സണ്ണിച്ച എന്തുണ്ടാ? എടാ നമ്മുടെ ജോൺ മോഹനുണ്ട്, സിമിത്തിലുണ്ട്. സ്മിത്തയല്ലോ, ഞാൻ വിളിക്കാം. എനിക്ക് ഞാനുണ്ട്. എനിക്കൊരു കോള് വരുന്നുണ്ട്. ശരി. ഹലോ, എവിടെ? ജോണേ, എന്താണ് ഇത്? വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ? ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തോട് അല്പമെങ്കിലും പൊരുത്തപ്പെട്ടുകൂടെ? നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ എല്ലാവരും ഉണ്ട്. അമ്മ ഇപ്പോൾ വിളിച്ചിരുന്നു. വാ പോവാം. ചക്കലന്റെ പേർന്നില്ലടാ. അതിലുണ്ടാ, കുത്തി നോക്കടാ. ഓ, കൊറേ നേരായിട്ട് കുത്തുവാണ്. വല്ലതും ഉണ്ടതിനകത്ത്. എന്റെ അപ്പനൊന്നും അല്ലേട്ടാ ഈ പാട്ട് എഴുതിയത്. ഇത് കൊള്ളാം. എന്താ ഇത്? അപ്പൂപ്പന്താടിയാ. ഇതെന്തിനാ? അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സ്വർഗത്തിലേക്ക് അയച്ചാൽ മമ്മി എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്ന്. ഞാനിത് സ്വർഗത്തിലേക്ക് വിടുക. മനസ്സിൻ മടിയിലെ
സൈനി കോസി ബൈ ടാൻ തീറ്റ. ഇവിടെ പഠിക്ക്. ഏഞ്ചൽ, നിനക്കിപ്പോഴും ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസമല്ല, ഒരാശ്വാസമാണ്. മമ്മി എല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊരാശ്വാസം. ആശ്വാസമായി. സമയത്രേ ചായ പോണ്ടേ? സമയായി, അവരോട് എത്തിക്കാണും. അയ്യോ, ഓക്കെ, പോ. ഏഞ്ചൽ, ഞങ്ങൾ റമദയിലേക്കാ. നീ വരുന്നു? ഇല്ല ജോണേട്ടാ, പപ്പയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ വരുന്നത് എങ്ങനെയാ? ഞാൻ എബിനോട് വിളിച്ച് പറഞ്ഞേക്കാം. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം. എന്താ അങ്കിളെ, പനി പിടിച്ചല്ലേ? ഞാൻ എബിനോട് പറയാം, നാളെ ഇങ്ങോട്ട് വരാം. അതിന് മരുന്ന് കൊടുത്താൽ കഴിക്കണ്ടേ? അവള് ചുമ്മാ പറയും. മോനറിയാമല്ലോ ഇവളെ. ഒരു ചെറിയ കാര്യം മതി. പിന്നെ ഇത്രയും ചെറിയ കാര്യത്തിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരല്പം റെസ്റ്റ് എടുത്താൽ മതി. ആ ക്ഷീണം അങ്ങോട്ട് മാറും. അങ്കിളിന് അസുഖമുണ്ടോ ഞാൻ നോക്കാം. നോക്കട്ടെ. ഒരു കുഴപ്പവും ഇല്ല. ഇവളും എൻ്റെ മോളല്ലേ, ഇവൾക്കറിയാം എല്ലാം. അയ്യോ, ടൈമായി, നമുക്ക് ഇറങ്ങണ്ടേ? വാ പോവാം. ഓക്കെ നിങ്ങളെ, ഇതാ പൊട്ടാ, നോക്കിയിരിക്കുന്നു, പഠിക്കടാ. ഡാ ഓക്കെ. ഒരുപാട് ലേറ്റായി. ഇതിനൊക്കെ പോസ്റ്റായി കാണും. നീ കയറ്. ബൈ. ഓക്കെ, ബൈ. Check this out. സ്വർണ്ണൊപ്പനല്ല ഒന്നുകൂടെ. അത് പിന്നെ പറയണോ? നേരെ ഒരുപാടായി. ഈ പെണ്ണാണെങ്കിൽ ഒരു വക ചെയ്യത്തുമില്ല. എന്നിട്ട് എല്ലാം അലവിലാതെയായിട്ട് കിടക്കുവാണ്. ഓ പൊന്നെ, മണി എത്രയായി? അയ്യോ മോളെ, വേഗം റെഡിയാക്. സമയം ഒരുപാടായി. ഇനി സമയമില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പോകാനായിരിക്കും. അമ്മേ, പ്ലേറ്റ്. വരുന്നു മോളെ. വേഗം കഴിക്കും മോളെ. ഏഞ്ചൽ ഇപ്പൊ വരും. വെള്ളം കുടിക്കണം കേട്ടോ മോളെ. ജോണേട്ടൻ എഴുന്നേറ്റില്ലേ? ഞാൻ ഒരുപാട് വിളിച്ചു, അവൻ ഇതുവരെ എഴുന്നേറ്റില്ല. അയ്യോ മോനെ ജോണി. മെളു മുണുങ്ങ. അതെ.
तुझे देखा तो ये जाना सनम. തരാവേ. അമ്മ എന്തേടി? ആ എനിക്കറിയത്തില്ല. ഛീ അതീന്ന് എടുക്ക്. പൊടി. പല്ല് പോലും തെച്ചിട്ടില്ല. അത് കുഴപ്പമില്ല. നേരത്തെ ആണല്ലോ. ആ കുറച്ച് നേരത്തെയാ. ജ്വലി നീ ഇതുവരെ റെഡി ആയില്ലേ? ഒരു മിനിറ്റ് ഇപ്പൊ വരാം. പെട്ടെന്ന് ഒരുങ്ങി വാ. ശരി. ജോണേട്ടാ വേണ്ട പ്ലീസ്. കാതിലെന്തോ. അമ്മേ ദേ ജ്വൽ. പോവാണേ. ഇനി നമുക്ക് ഇറങ്ങാം. ആ നല്ല കുട്ടിയായിട്ടിരിക്കണേ. ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഉമ്മ. ആന്റി പോവാണേ. അടുത്ത ആഴ്ച ജോലിന്റെ ചെക്കപ്പ്. മോന് ലീവ് ഉണ്ടാവുമോ മോനെ? ഉണ്ടമ്മേ, ഞാൻ ലീവ് കണ്ടിട്ടുണ്ട്. എന്താ അമ്മ ഇത്? അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയത് അല്ലേ അമ്മേ? ദൈവം നമ്മളെ എങ്ങനെ കൈവിടും അമ്മേ? ഞാൻ ഇപ്പോൾ വിരിക്കൽ നിന്നവളെ കൊച്ചു വളർത്തിട്ടുണ്ട്. ചേട്ടൻ്റെ അരുതാ. അളിയാ അറിഞ്ഞ കരമ്പ് സണ്ണിയെ കെട്ടിയിട്ട് മൊത്തം കലിപ്പായിരിക്കെ പൂങ്കാവല കെട്ടിയിട്ടേന്ന് അറിഞ്ഞ. അപ്പുക്കാളെ വിളിച്ചു പറഞ്ഞ ശരിക്ക് കിട്ടിയെന്ന് അറിഞ്ഞ. എന്തേലും ചെയ്തില്ല ഇപ്പൊ പണി വാളും. പോലീസ് വന്ന് പൊക്കുന്ന പറഞ്ഞ. വാ പോകാം. വെച്ചേക്കുന്ന വെറുതെ കളയണ്ട. കേറ്റിട്ട് പോടാ. കിടക്കട്ടെ പറയുന്നു. തൊലി കണ്ടില്ല മഞ്ഞ ചീരി. എന്തോന്നാടാ ഇത്? നിനക്ക് മതിയായില്ലേ? കളഞ്ഞിട്ട് പോടാ. എടാ ഇടിച്ച് പഴിപ്പിച്ച് വെച്ചേക്കുന്നു. അവിടെ ചോദിക്കാം. ദൈവമേ ഇങ്ങനെ എന്തുവാടാ വലിയ വലിയ നീ ചോദിക്ക്.
പോടാ. എടാ ചോദിക്കടാ. ചേട്ടാ അവനൊരു അബദ്ധം പറ്റി പോയാണ്. ഒന്ന് അഴിച്ചുവിട്ടേ. അഴിച്ചുവിടത്തൊന്നുമില്ല, അവന് നല്ല തല്ലുകൊള്ളാത്തതിന്റെ ചേടാ. ചേട്ടാ ക്ഷമിക്കേട്ടാ. ചേട്ടാ അവൻ തോമസ് സാറിന്റെ മോനാ. അവൻ ആരുടെ മോനാണ് ഇരിക്കുന്നത്? അവനെന്താ ഊളത്തിനെ കാണിച്ചതറിയോ? ചേട്ടാ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കേട്ടാ. തവണത്തേക്കല്ലേ, ഇനി ആവർത്തിക്കത്തില്ല കേട്ടോ. എന്തുവാണ് ചേട്ടാ പ്ലീസ്. വിളിച്ചിട്ട് പോ. ഹലോ ജോണേ, എന്താടാ നാളെയോ? നാളെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? ഞാൻ പൊക്കോളാം, കുഴപ്പമൊന്നുമില്ല. വേണ്ട നീ പൊക്കോ, ഞാൻ പൊക്കോളാം. എപ്പോൾ വരണം? നാളെ രാവിലെ അല്ലേ? ഓക്കെടാ, ഞാൻ പൊക്കോളാം. 10 മണിക്കല്ലേ? 10 മണിക്ക് എത്തേക്കാം. അമ്മയോട് ഒരുങ്ങിക്കാൻ പറഞ്ഞേക്ക്. 10 മണിക്ക് വരാടാ. വണ്ടി ഞാൻ കൊണ്ടുവന്നോളാം. ഓക്കേടാ. Yes, please come. ഇരിക്കൂ. പിന്നെ നിങ്ങളുടെ കുട്ടിയുടെ റിസൾട്ട് കണ്ടിരുന്നു ഇന്നലെ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വിഷയമൊന്നുമില്ല. അപ്പോ പേടിക്കാനൊന്നുമില്ല അല്ലേ ഡോക്ടർ? എങ്കിലും ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അനിവാര്യമാണ്. കുട്ടിയുടെ അസുഖം വഷളാകുന്നതിന് മുമ്പ് ഒരു ഡോളറെ കിട്ടിയാൽ ഏത് നിമിഷവും ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാരും ഹോസ്പിറ്റലും തയ്യാറാണ്. പക്ഷേ ഡോക്ടർ, റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ കണ്ടെത്തിയേ പറ്റൂ നമുക്ക്. ഡോക്ടർ വരുന്നേ. പിന്നെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡോക്ടർ എബിനെ വിളിച്ചാൽ മതി. ഓക്കെ. ശരി ഡോക്ടർ. എന്താ അമ്മ ഇത്? എല്ലാം ഓക്കെ ആവും. നമുക്കിനി സമയമുണ്ട്. റോഷ, ഡോക്ടർ എന്ത് പറഞ്ഞടാ? മോനെ, നമ്മുടെ ജോലി നമ്മളായിട്ട് പോവാ മോനെ. എന്റെ മോനെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? എന്താ അമ്മ ഇത്? എല്ലാം ശരിയാവും. അയ്യോ അമ്മേ, ജോലി വരും. വാ. ഡോക്ടർ എന്ത് പറഞ്ഞമ്മേ? എന്റെ പൊന്നുമോക്ക് ഒന്നുമില്ല. ഇയാള് വരില്ലാന്ന് പറഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞു പോന്നു. പോകാം മോനെ. ജുവൽ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടുമെന്ന് ഓർക്കുന്നു. എൻ്റെ ഇച്ഛായ, അമ്മ, നീ, അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു ഓർമ്മയായി മാത്രം. ജുവൽ, നീ ജുവൽ പ്ലീസ്.
രഞ്ജിത്ത്, ദയവ് ചെയ്ത് അവളെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്. എല്ലാ പെൺകുട്ടികളെയും പോലെയല്ല അവൾ. നിങ്ങൾക്കിതൊരു നേരം പോക്കായിരിക്കാം. ഏഞ്ചൽ, ഇത് പ്രായത്തിന്റെ കൗതുകമല്ല. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ രഞ്ജിത്ത്, ഏഞ്ചൽ പ്ലീസ്, അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടിയാണ് അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. ആയിരിക്കാം. പക്ഷെ തന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം എത്ര നാൾ ഉണ്ടാകുമെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളെ സന്തോഷത്തോടെ കൂടെ നിർത്താൻ സാധിച്ചാൽ ആ ഓർമ്മകൾ മാത്രം മതി ഇനിയുള്ള കാലം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. ആഹാ അങ്കിളെപ്പറ്റി ഇപ്പൊ എത്തിയുള്ളു മോനെ. ഒരാൾ അവിടെ ഒരുങ്ങാൻ കയറിയിട്ട് 1/2 മണിക്കൂറായി. ഇതുവരെ ഒരു മറുപടി ഇല്ല. അതെയോ? ഇനി എപ്പോ ഇറങ്ങും എന്നുള്ളത് ആർക്കറിയാം. അതെ വന്നല്ലോ. ഞാൻ പോയിട്ട് വരാവേ. ശരി മോനെ. ഇതാര്? സൽമാൻ ഖാനാ? പോട്ടടേ. ബൈ. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ആ ശരി ശരി. സൽമാൻ ഖാനാ? ഏയ് ചുമ്മാ പറഞ്ഞിരിക്കും. എന്നോട് സംസാരിക്കാൻ പോലും പറ്റാത്തതും അത്രയ്ക്ക് വെറുപ്പാണോ? ഒരു സുഹൃത്തായിട്ടെങ്കിലും എന്നെ കൂട്ടിക്കൂടെ? അതോ ഒരു സുഹൃത്താക്കളുടെ യോഗ്യത പോലും എനിക്കില്ലെന്നാണോ? ആടാ ജോൺസൺ, നീ എവിടെയാടാ? ആ ചെറ്റേ, നീ നമ്മടെ പെങ്ങടെ പുറകട കൊല്ലടാ. ജുവലിന്റെ പുറകെ നടന്നുണ്ടല്ലോ. ജോണന്തി മോളുണ്ട്. എന്തോ ഒപ്പിച്ചിട്ടുള്ള വരവാണല്ലോ. ഞാനിത് മേലോട്ട് പോയിട്ട് ജോണേ ജോണേ ഞരമ്പേ എന്തുണ്ട്? എന്താടാ? രഞ്ജിത്തില്ലേ, അവൻ തലയടിച്ചു കുളിച്ച്. പോലീസുകാരന്റെ മോനെ ചെറുക്കൻ. നീ എന്തെങ്കിലും ചെയ്. എന്താടാ നീ കാണിച്ചേ? ഒരു ജൂലിന്റെ പുറടക്കുന്ന രാജ്യം വരട്ടിയതാ. ഇപ്പൊ ആകെ പ്രശ്നമായി. അയ്യോ വാടാ. മോളെ എന്ത് പറ്റിയടാ? അയ്യോ മോളെ 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 ശൂലെ ആദ്യം ECG ഒന്ന് ചെക്ക് ചെയ്യ്, അതിനുശേഷം നമുക്ക് നോക്കാം. എടാ നിനക്ക് മതിയായില്ലടാ. ജോണേട്ടാ പ്ലീസ്, ഇത് ഹോസ്പിറ്റലാണ്.
ഒബ്സർവേഷനിലാണ്. ഒന്നും പറയാറായിട്ടില്ല. ആരാ ഈ രഞ്ജിത്ത്? പേഷ്യൻ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അധികം സ്ട്രെയിൻ ചെയ്യരുത്. കണ്ടിട്ട് വാ. ജുവൽ, നിന്റെ സ്നേഹം കൂടി താങ്ങാനുള്ള ശക്തി എൻ്റെ ഹൃദയത്തിനുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാനും നേടാനും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനുണ്ടാവും കൂടെ. പേഷ്യന്റിനെ സ്ട്രെയിൻ ചെയ്യിക്കരുത്. ഞാൻ പുറത്ത് നിൽക്കാം. എന്താ രഞ്ജിത്ത്, എന്താ ഇങ്ങനെ? എല്ലാം ഓക്കെ ആവും, കരയല്ലേ. എന്റെ മോക്ക് അമ്മ, ജൂവലോടെ? അവൾക്ക് കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞതല്ലേ സ്ട്രെയിൻ ചെയ്യിക്കില്ലെന്ന്? വീൽചെയറിലെ മോനെ കൊണ്ടുപോയത്. ഞാൻ ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും ആവട്ടെ. നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ജുവലിനെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു ചേട്ടൻ എന്ന നിലയിൽ, ഒരു കളിക്കൂട്ടുകാരി എന്ന നിലയിൽ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണിത്. ഒരു ദിവസമെങ്കിലും അവളെ സന്തോഷത്തോടെ കൂടെ നിർത്തണമെന്ന് രഞ്ജിത്ത് എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഹലോ ജോണേട്ടാ, ഞാനിപ്പോൾ വന്നോളാം, കുഴപ്പമില്ല. ജോണേട്ടൻ വരണ്ട. ആ ഓക്കെ. ആ സണ്ണിയോ? ഹോസ്പിറ്റലിൽ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോൺ ഉണ്ടോ മേളെ? ഇല്ല, അവരൊക്കെ ഹോസ്പിറ്റലിലാ. ഞാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വെട്ടം കണ്ട് കയറുതാ, ഞാൻ പോയിട്ട് വരാം. ശരി. ആ ജോണേ, ഞാനിവിടെ ഹോസ്പിറ്റലുണ്ടോടാ? എടാ, നിനക്കൊക്കെ ആരാടാ ലൈസൻസ് വന്നത്? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് നീ? ചേട്ടാ, ഞങ്ങൾ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി. ആ പെണ്ണൊന്നും നോക്കാന്ന് ചാടി ഞങ്ങൾ പുള്ളിയുടെ കുഴപ്പമൊന്നും അല്ല. താൻ പോണം. ജോണേ ജോണേ, എന്താടാ? എന്റെ ഏഞ്ചല്, എന്റെ ഏഞ്ചലടാ.
ഹലോ അപ്പ, ചേച്ചിക്കൊരു ആക്സിഡന്റ് അപ്പ. ഈ അവസ്ഥ ഞാൻ എന്താ ചെയ്യേണ്ടത്? പപ്പ വേഗം ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വാ. പപ്പ എനിക്കൊന്നും അറിയില്ല. പപ്പ വേഗം വാ. പപ്പ ഒന്ന് വേഗം വാ പപ്പ. ഡോക്ടർ, ഏഞ്ചലിന് ഇപ്പം എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. ഒബ്സർവേഷനിലാണ്. ഓക്കെ ഡോക്ടർ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഞാൻ ഡോക്ടർ വേണുഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും ബെറ്റർ. എന്റെ മോൾക്ക് എന്താ പറ്റിയേ? പറയണോ അങ്കിളെ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? പറ അങ്കിൾ എന്തായി കാണിക്കുന്നത്? പറയണോ അങ്കിളെ പറയുന്നത്. അങ്കിൾ, പപ്പ എഴുന്നേക്ക് പപ്പ. പപ്പ ഡോക്ടർ, പ്ലീസ് വെയിറ്റ്. ഡോക്ടർ എബിൻ, 1 മിനിറ്റ്. ഞാനീ പറയുന്നത് ഡോക്ടർ എന്ന നിലയിൽ എബിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താ ഡോക്ടർ പറയൂ. ഏഞ്ചലിന് ഈ അവസ്ഥയിൽ നിന്നൊരു റിക്കവറി എത്രത്തോളം സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്താലും അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. എന്താടാ ഡോക്ടർ പറഞ്ഞേ? എടാ എന്താടാ ഡോക്ടർ പറഞ്ഞേ? ഇത്രയും കാലം ജുവലിന് മാച്ച് ആയതുകൊണ്ടായി നമ്മളത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ പോയി സംഭവിച്ചത് ആ ശക്തിയുടെ തീരുമാനമായിരിക്കാം. എന്താ എന്താ എൻ്റെ ചേച്ചിക്ക് പറ്റി? ഏഞ്ചൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ജുവലിനെ കൂടെ ഓർമ്മയുടെ ലോകത്തേക്ക് പറഞ്ഞയക്കാൻ എനിക്കാവില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ജുവലിനെ രക്ഷിക്കണം. എന്താ നീ പറഞ്ഞു വരുന്നത്? നമ്മൾ കാണുന്നതിനപ്പുറത്ത് ചില ശക്തികളുണ്ട്. ചിലപ്പോ ആ ശക്തിയുടെ തീരുമാനമായിരിക്കാം ജോലിന് മാച്ചായ ഡോണറായി ഏഞ്ചൽ നമുക്ക് തന്നത്. നീയുതിർത്ത മൊഴിയാൽ നാം നടന്ന വഴികൾ, നീയുതിർത്ത മൊഴിയാൽ നാം നടന്ന വഴികൾ തളിരിടും
പുലരിയിൽ മധുരമാ എൻ സഖി എൻ കനവിൽ മലരായി വിരിയാൻ മടിയോ എൻ സഖി എൻ കനവിൽ മലരായി വിരിയാൻ മടിയോ നീയകന്നിടുമ്പോൾ നിലാവകന്ന പോലെ നീയകന്നിടുമ്പോൾ നിലാവകന്ന പോലെ ഏകയായി മാറിടും സന്ധ്യയും ഓർമ്മകളെ എന്നരികിൽ ഇണയായണയാൻ വരുമോ ഓർമ്മകളെ എന്നരികിൽ ഇണയായണയാൻ വരുമോ നീ മെനഞ്ഞ കഥയിൽ ഇതൾ വിരിഞ്ഞ പൂക്കൾ നീ മെനഞ്ഞ കഥയിൽ ഇതൾ വിരിഞ്ഞ പൂക്കൾ സന്ധ്യയിൽ മൂകമായി പൊഴിയവേ സന്ധ്യയിൽ മൂകമായി പൊഴിയവേ എൻ്റെ അസുഖം മാറണമെന്നും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും എന്നേക്കാളേറെ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും നീയാണ്. നീ പകുത്തു നൽകിയ നിന്റെ ഹൃദയമാണ് ഇന്നെനിക്ക് ഈ ജീവനേകുന്നത്. പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ നടന്നു തുടങ്ങുമ്പോൾ നീ എന്നോടൊപ്പം ഇല്ല എന്ന സത്യം ഒരു വേദനയോടല്ലാണ്ട് എനിക്ക് ഓർക്കാനാകില്ല. കേറ്. ജോണില്ലേ? പുറത്തേക്ക് പോയി. മോനിരിക്കേ, ആന്റി ചായ യോ എടുക്കാം. വേണ്ട വേണ്ട. നമ്മുടെ സണ്ണി പറഞ്ഞു ആന്റീനെ അന്വേഷിച്ചു. അന്വേഷിച്ചായിരുന്നു. ഏഞ്ചലിന്റെ മരണശേഷം ജോൺ ആകെ മാറി. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന പോലെ. ഇനി ഇത് തുടർന്നാൽ ജോണിന് നമുക്ക് നഷ്ടമാകും. എനിക്കറിയാമേ, പക്ഷെ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ അറിയാതെയാണെങ്കിലും ഞാൻ കൂടെ അതിന് കാരണക്കാരനാണെന്ന് ഓർക്കുമ്പോൾ അവനെ ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് മടിയാണമ്മേ. അമ്മയ്ക്ക് അറിയാം മോനെ. മോൻ എന്നും ജോണിന് നന്മയെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇന്ന് ഏഞ്ചലിന്റെ വേർപാടിൽ ഞങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ജുവലും കൂടെ ഇതുപോലെ നമ്മളെ വിട്ടുപോയിരുന്നെങ്കിൽ വിധി നമ്മുടെ ജോണിനെ ഒരു ഭ്രാന്തനാക്കിയേനെ. കാലത്തിന് വായിക്കാൻ പറ്റാത്ത മുറിവുകളില്ലമ്മേ. ഏഞ്ചലിനെ വിധി നമ്മളിൽ നിന്ന് അകറ്റു നിറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ നിലയിൽ, ഒരു ചേട്ടൻ എന്ന നിലയിൽ ഞാനൊരൽപ്പം സ്വാർത്ഥനായി. അവനൊരു മാറ്റം അനിവാര്യമാണമ്മേ. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ജോണിന് പപ്പയുടെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കാൻ. കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ അവനൊരു മാറ്റം ഉണ്ടാവും. അവൻ നമ്മുടെ പഴയ ജോണാവും അമ്മേ. എബിനേട്ടനെപ്പോ വന്നു? ഞാൻ തായി പോകുന്നേ ഉള്ളൂ.
ഏട്ടൻ ഇന്ന് പോകണ്ടായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ജോണിനെ കാണാട്ടൊന്ന് കയറിയതാ. ഓക്കെ എന്നാ ജൂലേ, അമ്മേ ഞാൻ ഇറങ്ങുക. ശരി ഏട്ടാ. അമ്മ ഞാൻ സംസാരിക്കാം അവനോട്. കമ്പനിയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് സംസാരിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. സാരമില്ല, ഇനിയിപ്പോൾ അതിൽ നിൽക്കുന്നില്ല. നാളെ തന്നെ സംസാരിക്കാം. പോട്ടെ. ആ ശരി മോനെ. അമ്മ ദേ അവര് വന്നു. മോളെ സുഖല്ലടാ? അമ്മക്കൊരു മാറ്റമില്ല അമ്മേ. ഒരു 5 വയസ്സ് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. വാ. പിടിക്കടേ. ഹലോ വരുന്നുണ്ട്. എടുത്തു വാ മക്കളെ, കാപ്പി കുടിക്ക. ആ ഹലോ, എപ്പോ? ആ ഓക്കെ, ഒരു അരമണിക്കൂർ ഞാനിപ്പോൾ വരാം. ആ ഇപ്പോൾ വരാം. ഓക്കെ. അമ്മ ഇറങ്ങോ? അയ്യോ, ഊണ് കഴിച്ചിട്ട് പോകുമ്പോ. ഇല്ലില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാ അത്യാവശ്യം ഒന്ന് ചെല്ലണമെന്ന്. പോകണം. ആ ശരി. ഇവനെ നീ നാളെ വരില്ലേ? നീ നാളെ വരില്ലേ? ആ ഏഞ്ചൽ, നിന്നിലെ നിഷ്കളങ്കമായ സൗഹൃദത്തിന് കാമത്തിൻ്റെ വികലമായ വർണ്ണനകൾ ഞാൻ ചാർത്തിയെടുത്തപ്പോൾ നിനക്ക് നഷ്ടമായത് ജോണിനോടൊപ്പമുള്ള ജീവിതവും സ്വപ്നങ്ങളുമാണ്. ഒരുപക്ഷെ വിധി എന്ന കുറ്റവാളിക്ക് പിന്നിൽ ഞാനെന്ന കുറ്റവാളി രക്ഷപ്പെട്ടേക്കാം. എങ്കിലും മറക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഇന്നും അണയാത്ത കനലായി നിന്റെ ഓർമ്മകൾ എന്നെ ചുട്ടുപൊള്ളിക്കുകയാണ്.
ആ ജോണേ, ഞാനിവിടെ ഹോസ്പിറ്റലുണ്ടോടാ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റായിരിക്കാം. പക്ഷേ ആ തെറ്റിൽ നിന്ന് വളർന്നു വന്ന ഒരു ശരിയുണ്ട്. എൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഏഞ്ചൽ എന്ന തെറ്റിനെ എനിക്ക് ന്യായീകരിക്കാൻ പോന്ന ജുവൽ എന്ന വലിയ ഒരു ശരി. ഓർമ്മ വെച്ച കാലം മുതൽ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയവരാണ് നമ്മൾ. ഇന്നും നീ എന്നെ സ്നേഹിച്ച് തോൽപ്പിച്ചിട്ടേ ഉള്ളൂ, നിന്റെ മരണം കൊണ്ട് പോലും. ഇപ്പോഴും നീ എന്നെ വിട്ടകന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിനേക്കാൾ ഒരു വിളിപ്പാടകലെ നീ എന്നുമുണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ചിലർ അങ്ങനെയാണ്. സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഓർമ്മകളെ പ്രണയിച്ച് കാലം തള്ളി നീക്കുന്നവർ. നശ്വരമായ ഈ ലോകത്തെ അനശ്വരമായി മാറ്റിയ ഇത്തരം ചില പ്രണയങ്ങളുണ്ട്. കാലത്തിൻ്റെ തിരകൾക്ക് പോലും മായ്ക്കാനാകാത്ത ഒരു വശ്യത അവയുടെ കനലുകൾക്ക് എന്നുമുണ്ടാകും. പ്രണയത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഒരിക്കലും പറ്റാത്ത ഉറവിടമായ ആ കനലുകളിൽ അവരെന്നും പ്രണയിക്കുന്നു.